തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. നാലമ്പല യാത്രയിൽ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. രാമായണ മാസമായ കർക്കിടകത്തിൻ്റെ പുണ്യനാളുകളിൽ ശ്രീരാമൻ്റെയും ഭരത ലക്ഷ്മണ ശത്രുഘ്നൻ എന്നിവരുടെയും ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നതാണ് നാലമ്പല യാത്ര. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചതാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം എന്ന് വിശ്വസിക്കുന്നു. വടക്കുഭാഗത്തായി ഗോപാലകൃഷ്ണന്റെയും ക്ഷേത്രമുണ്ട്. കേരളത്തിലെ ഏറ്റവും പുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ശ്രീരാമക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. തൃശൂർ ജില്ലയുടെ പടിഞ്ഞാറേ ഭാഗത്തായി ചാവക്കാട് താലൂക്കിൽ നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ തീരത്താണ് തൃപ്രയാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഭംഗിയേറിയതും പഴക്കമുള്ളതുമായ വലിയ ശ്രീകോവിലിൽ കിഴക്കു ദർശനമായി ശംഖു, ചക്ര, ഗദയും അക്ഷരമാലയുമായി ശ്രീരാമന്റെ ചതുർബാഹുവായ വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കൂടാതെ ഉപദേവതകളായി ഗണപതിയും ധർമ്മശാസ്താവും ദക്ഷിണാമൂർത്തിയും ഉണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം. ധാരാളം മരപ്പണികളും കൊത്തുപണികളുമുള്ള ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് ചുറ്റും രാമായണ കഥയിലെ പല സന്ദർഭങ്ങളും ജീവൻ തുടിക്കുന്ന രീതിയിൽ പുനഃസൃഷ്ടിക്കപ്പെട്ടത് ദർശിക്കാം. മീനൂട്ട്, കതിനവെടി, അവിൽ നിവേദ്യം, നെയ്പായസം, തട്ടം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ 7ാമത്തേതാണ് ശ്രീരാമൻ. ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരത്തിന് ഊട്ടുന്നു എന്ന സങ്കല്പത്തിൽ ക്ഷേത്രത്തിനു മുൻപിലുള്ള തീവ്ര നദിയിൽ അന്നമർപ്പിക്കുന്ന വഴിപാടാണ് മീനൂട്ട്. ഇവിടുത്തെ നിർമ്മാല്യ ദർശനവും അത്താഴ പൂജ തൊഴുന്നതും ശ്രേയസ്കരമാണ്. ഈ ക്ഷേത്രത്തിൽ കൊടിയേരി ഉത്സവം പതിവില്ല. എന്നാൽ ഇവിടുത്തെ തൃപ്രയാർ ഏകാദശി വളരെ പ്രശസ്തവും ഉത്സവ സമാനവുമാണ്. വൃശ്ചിക മാസത്തിൽ കറുത്ത വർഷത്തിലെ ഏകാദശി ദിവസം ഇവിടെ നടക്കുന്ന തൃപ്രയാർ ഏകാദശി മഹോത്സവം വളരെ വിശേഷമാണ്. ഇതിനോടനുബന്ധിച്ച് നിരവധി പരിപാടികൾ ക്ഷേത്രത്തിലുണ്ടാവാറുണ്ട്. മീനമാസത്തിലെ ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്നത് തൃപ്രയാർ തേവർ, തൃപ്രയാർ അപ്പൻ എന്നീ പേരിൽ അറിയപ്പെടുന്ന ഇവിടുത്തെ ശ്രീരാമസ്വാമി തന്നെയാണ്. തൃപ്രയാറപ്പൻ്റെ വിഗ്രഹത്തിൽ കാലപ്പഴക്കം കൊണ്ട് പല കോട്ടങ്ങളും തട്ടിയിരുന്നതിനാൽ പുനഃപ്രതിഷ്ഠയെക്കുറിച്ചുള്ള ആലോചനകൾ നടന്നിരുന്നു. എന്നാൽ ദേവപ്രശ്നം നടത്തിയപ്പോൾ ഭഗവാന് അത് ഇഷ്ടമല്ലെന്നായിരുന്നത്രേ തെളിഞ്ഞത്. അതിനാൽ പഞ്ചലോകത്തിൽ തീർത്ത ഒരു ആവരണം പഴയ വിഗ്രഹത്തിൽ ചാർത്തുകയാണ് ചെയ്തത്. ദക്ഷിണാമൂർത്തിയുടെ മുൻപിലുള്ള കെടാവിളക്കും ക്ഷേത്രത്തിന് മുൻപിലൂടെ സ്വച്ഛന്തമായി ഒഴുകുന്ന തൃപ്രയാറും ഇവിടുത്തെ മറ്റൊരു സവിശേഷതയാണ്. കൂടൽ മാണിക്യ ക്ഷേത്രം. നാലമ്പല ദർശനത്തിലെ 2ാമത്തെ ക്ഷേത്രമാണ് കൂടൽ മാണിക്യ ക്ഷേത്രം. ശ്രീരാമൻ്റെ സഹോദരനായ ഭരതൻ പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽ മാണിക്യ ഭരതക്ഷേത്രം. ഭരതൻ എന്നാണ് സങ്കല്പമെങ്കിലും പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റേതാണ്. ശംഖുവും ചക്രവും കോദണ്ഡവും അഭയമുദ്രയും ധരിച്ചിരിക്കും. തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലാണ് മനോഹരമായ ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ല. മേടമാസത്തിൽ ഉത്രം നാളിൽ കൊടിയേറി തിരുവോണ നാളിൽ ആറാട്ട് വരത്തക്ക വിധത്തിൽ 11 ദിവസമാണ് ഇവിടുത്തെ ഉത്സവം. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ താമരമാല, മീനൂട്ട്, വഴുതനങ്ങ നിവേദ്യം, കൂത്ത്, അവിൽ നിവേദ്യം,
നെയ്വിളക്ക്, വെടിവഴിപാട് എന്നിവയാണ്. അഭീഷ്ടസിദ്ധിക്കും സന്താനലബ്ധിക്കും കൂത്ത് വഴിപാട് നടത്താറുണ്ട്. സാധാരണ മഹാക്ഷേത്രങ്ങളിൽ പ്രധാന പ്രതിഷ്ഠയ്ക്ക് പുറമെ ഉപദേവതാ പ്രതിഷ്ഠകൾ ഉണ്ടായിരിക്കും. എന്നാൽ ഈ ക്ഷേത്രത്തിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ല. വാതിൽ മാടത്തിൽ തെക്കും വടക്കും ഓരോ തൂണുകളിൽ ദുർഗയും ഭദ്രകാളിയും ഉണ്ടെങ്കിലും അവിടെ അഭിഷേകമോ നിവേദ്യമോ ഇല്ല. ക്ഷേത്ര ചരിത്രം പരിശോധിച്ചാൽ കേരള ചരിത്രത്തിൻ്റെ മാറ്റങ്ങൾ ഈ ക്ഷേത്രത്തെയും സ്വാധീനിച്ചു എന്ന് മനസ്സിലാക്കാം. രാജശാസനങ്ങൾ കൊത്തിവെക്കാൻ ഈ ക്ഷേത്രം തിരഞ്ഞെടുത്തിരുന്നു എന്ന് മനസ്സിലാക്കാം. 8-ാം നൂറ്റാണ്ടിലെയും 12-ാം നൂറ്റാണ്ടിലെയും ഓരോ ശിലാശാസനങ്ങൾ ഈ ക്ഷേത്രത്തിൽ കാണാം. ക്ഷേത്രത്തിൽ തെച്ചി, തുളസി മുതലായ പൂജാപുഷ്പങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിലും തെച്ചിയും തുളസിയും ക്ഷേത്രത്തിൽ വളരുന്നില്ല. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ഇരിങ്ങാലക്കുട ഗ്രാമം പ്രകൃതിക്ഷോഭത്തിൻ്റെ കേന്ദ്രമായിരുന്നു എന്നും ആ കാലഘട്ടത്തിൽ കുലീവനി മഹർഷി കുറേ കാലം ഇവിടെ വസിച്ച് യാഗാദി കർമ്മങ്ങൾ നിർവഹിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. മഹർഷിയുടെ യാഗം ഈ പ്രദേശത്തെ ധന്യമാക്കി എന്നാണ് വിശ്വാസം. യജ്ഞത്തിൻ്റെ അവസാനം ഭഗവാന്റെ ശാശ്വത സാന്നിധ്യമാണ് മഹർഷി വരമായി ആവശ്യപ്പെട്ടത്. കേരളീയ വാസ്തുവിദ്യയുടെ പ്രത്യക്ഷ ഉദാഹരണമായ ഒരു കൂത്തമ്പലം ക്ഷേത്രതുല്യ പവിത്രതയോടെ ഇവിടെ നിലകൊള്ളുന്നു. ക്ഷേത്ര വളപ്പിനകത്തുള്ള തീർത്ഥക്കുളം കുലിവനി തീർത്ഥം എന്ന പേരിൽ അറിയപ്പെടുന്നു. ദിവ്യനദികളുടെ സാന്നിധ്യം ഈ തീർത്ഥക്കുളത്തിൽ ഉണ്ട് എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ തീർത്ഥത്തിൽ മത്സ്യങ്ങളൊഴികെ മറ്റു ജലജന്തുക്കൾ വളരാറില്ല. 1996 തീർത്ഥക്കുളം വൃത്തിയാക്കുന്നതിനിടയിൽ ഹോമകുണ്ഡത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. മധ്യ കേരളത്തിലെ പ്രസിദ്ധങ്ങളായ 4 അമ്പലങ്ങളിൽ 3ാമത്തെ ക്ഷേത്രമാണ് തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ മൂഴിക്കുളം ദേശത്ത് ചാലക്കുടി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ക്ഷേത്രമാണ് തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. ഭാരതത്തിലെ 108 ദിവ്യദേശങ്ങളിൽ 13 ക്ഷേത്രങ്ങൾ കേരളത്തിലാണ്. അതിൽ ഒന്നാണ് തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. ഗണപതി, ദക്ഷിണാമൂർത്തി, ശ്രീരാമൻ, സീത, ഹനുമാൻ, ശാസ്താവ്, ദുർഗാദേവി, ശ്രീകൃഷ്ണൻ എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ. ചരിത്രപ്രസിദ്ധമായ നിയമവ്യവസ്ഥകൾ പ്രതിപാദിച്ചിരിക്കുന്ന മൂഴിക്കുളം കച്ചവും പുരാതന മലയാളത്തിലെ വേദപാഠശാലയായ മൂഴിക്കുളം ശാലയും ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ളവയായിരുന്നു. മേടമാസത്തിൽ തിരുവോണം നാളിൽ ആറാട്ടായി നടക്കുന്ന 10 ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണ്ടുവിശേഷം. പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം. തൃശൂർ ജില്ലയിലെ പായമ്മൽ എന്ന സ്ഥലത്താണ് 4 അമ്പലങ്ങളിൽ പ്രധാനപ്പെട്ട 4ാമത്തെ ക്ഷേത്രമായ പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൽ 3 പൂജയാണുള്ളത്. ക്ഷേത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വഴിപാടാണ് സുദർശന പുഷ്പാഞ്ജലി. ശ്രീകോവിലിനു തെക്കു പടിഞ്ഞാറായി കിഴക്കോട്ട് ദർശനമായി ഗണപതിയുണ്ട്. മുഖമണ്ഡലത്തിൽ ഹനുമത് സാന്നിധ്യമുണ്ട്. രാമക്ഷേത്രത്തിൽ ആരംഭിച്ച് ഭരതൻ
ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ തൊഴുത് തിരികെ രാമക്ഷേത്രത്തിൽ തന്നെ വന്ന് ദർശനം നടത്തിയാലാണ് നാലമ്പല യാത്ര പൂർത്തിയാവുകയുള്ളൂ.